ഹലോ, അടുത്ത ആഴ്ചയിൽ നമ്മുടെ വേദയുടെയും വിക്രമിൻ്റെ വിശേഷത്തിലോട്ടൊന്ന് പോയാലോ? അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു, വേദ ശ്രീജയുടെ അടുത്ത് നിന്നും വിക്രമിൻ്റെ ആ പഴയ കാല കഥകളെല്ലാം മനസ്സിലാക്കിയെടുത്തു. കേട്ട് കഴിഞ്ഞ വേദയ്ക്ക് വളരെയേറെ പ്രയാസമായി. കാര്യം ഒരു 7 വർഷത്തോളം ഒരു തെറ്റും ചെയ്യാണ്ടാണ് വിക്രം ആ ജയിൽ ശിക്ഷ അനുഭവിച്ചത്. ഒരു പക്ഷേ അച്ഛൻ വിചാരിച്ചിരുന്നുവെങ്കിൽ, വിക്രമിനെ അന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ ഒരു പക്ഷേ വിക്രമിന് ഈ ഒരവസ്ഥ വരില്ലായിരുന്നു. ജീവിതത്തിലെ പഠനത്തിലെ ഏറ്റവും നല്ലൊരു സമയമാണ് വിക്രമിന് നഷ്ടപ്പെട്ടത്. അതൊരു വലിയൊരു നഷ്ടം തന്നെയാണ് എന്നുള്ള ഒരു ബോധ്യം വേദയ്ക്ക് മനസ്സിലായി. വേദയ്ക്ക് അത് കേട്ടിട്ട് സഹിക്കാനാവാത്ത ഒരു വിഷമമായിരുന്നു. കാര്യം ഇത്രയും വർഷത്തോളം ഒരു തെറ്റും ചെയ്യാണ്ട് താൻ ആ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും അച്ഛൻ്റെയും വീട്ടുകാരുടെയും മുന്നിലൊക്കെ ആ നാണക്കേട് ഇന്നും തലയിലേന്തി കൊണ്ട് നടക്കുന്ന ഒരവസ്ഥ അല്ലേ? അത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഉള്ളതിനേക്കാൾ ഇരട്ടി സ്നേഹം വേദയ്ക്ക് വിക്രമിനോട് തോന്നുകയാണ്. കാര്യം ഒരു സങ്കടവും സഹതാപമാണോ അതോ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു വിഷമമായിരുന്നു. ശ്രീജയും പറഞ്ഞു, അത് എനിക്കറിയാമായിരുന്നു വേദ, വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. പക്ഷേ അച്ഛൻ മനസ്സിലാക്കാൻ അന്ന് ശ്രമിച്ചിരുന്നു എങ്കിൽ ഒരു പക്ഷേ നമ്മുടെ വിക്രം ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു എന്നും ഇങ്ങനെ നമ്മുടെ ശ്രീജയും പറഞ്ഞു. അങ്ങനെ നമ്മുടെ കഥകളൊക്കെ മനസ്സിലാക്കി ഇതൊക്കെ കേട്ടിരുന്ന സമയത്ത് വലിയൊരു ഭൂകമ്പം പോലൊരു സംഭവം ഒരു വശത്ത് നടക്കാനായിട്ട് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ്? നമ്മുടെ വേദയുടെ ചേട്ടൻ ശ്രീകാന്തും വർഷയുടെ അച്ഛനും ടീമുകളെല്ലാം കൂടെ. കാര്യം ശ്രീകാന്തിൻ്റെ കീഴിലുള്ള ഒരു കമ്പനിയിലാണല്ലോ നമ്മുടെ വിശ്വം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വിശ്വം ഇവിടുത്തെ വീട് പുതുക്കി പണിയുന്നതിന് വേണ്ടിയിട്ട് ഒരു 5 ലക്ഷം രൂപ മാനേജറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ശ്രീകാന്തും ടീമും കൂടെ കളിക്കുകയാണ്. കാര്യം വിശ്വത്തിന് ഇവിടെ ജോലി ശ്രീകാന്ത് കൊടുത്തത് തന്നെ വിനായകനെയും വിശ്വത്തിനെയും കയ്യിലെടുത്ത് അതുവഴി വിക്രമിനെ ഇല്ലാണ്ടാക്കി വേദയെ ഇങ്ങ് തിരിച്ചു കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തോടെയാണ് ആ ഒരു പ്ലാനിങ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഈ 5 ലക്ഷം രൂപ ചോദിച്ചതിൻ്റെ പേരിൽ അത് വെച്ച് അവരൊരു പുതിയ ഐഡിയ ക്രിയേറ്റ് ചെയ്യാണ്. അതായത് ഈ 5 ലക്ഷം രൂപ കമ്പനിയിൽ നിന്ന് കാണാനില്ല, അവിടെ നിന്ന് മിസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാനിങ് ആണ്. കാര്യം അക്കൗണ്ട് സെക്ഷൻ കാര്യങ്ങളും എല്ലാം നമ്മുടെ വിശ്വമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ പൈസ ഷോർട്ടേജ് വന്നു എന്ന് കാണിച്ചുകൊണ്ട് വിശ്വത്തിനെ അറസ്റ്റ് ചെയ്യാനാണ് പ്ലാനിങ്. അപ്പോൾ ഇതെല്ലാം ശ്രീകാന്ത് മാനേജറെ വിളിച്ച് പറയുകയും അതുപോലെ ചെയ്യാമെന്ന് അയാൾ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പതിവ് പോലെ നമ്മുടെ വിശ്വം കമ്പനിയിൽ വരികയും കാര്യങ്ങളൊക്കെ സാധാ പോലെ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് മാനേജർ വിളിച്ചിട്ട് വിശ്വത്തിനടുത്ത് ദേഷ്യപ്പെടുന്നത്. ഇവിടെ ഒരു 5 ലക്ഷം രൂപയുടെ ഷോർട്ടേജ് വന്നിട്ടുണ്ടല്ലോ, എന്ത് ചെയ്യും ചോദിക്കുമ്പോൾ, സാർ എനിക്കറിയില്ല, നമ്മളിവിടെ നിന്ന് കൊണ്ടുപോകുന്ന എല്ലാ ഫണ്ടും കറക്റ്റായിട്ട് ഞാൻ അടച്ചു എല്ലാം ക്ലിയർ ചെയ്താണല്ലോ സാർ പോകുന്നതെന്ന് വിശ്വം പറയുന്നുണ്ട്. താൻ ഒരു 5 ലക്ഷം രൂപ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, താൻ ഇനി അത് ഇവിടെ നിന്ന് മുക്കിയതാണെന്നും പറഞ്ഞിട്ട് ഞാനിപ്പോൾ തന്നെ MD വിളിച്ച് പറയട്ടെ. അങ്ങനെ അയാൾ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുന്നു. അങ്ങനെ അവർ ഉദ്ദേശിച്ചതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നടത്തുകയാണ്. വിശ്വത്തിനെ അങ്ങനെ അവർ അറസ്റ്റ് ചെയ്യണം. ഒരു തെറ്റും ചെയ്യാത്ത പാവം വിശ്വൻ അങ്ങനെ അറസ്റ്റിലാവുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ തന്നെ നമ്മുടെ ശ്രീകാന്ത് വർഷയുടെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വർഷയുടെ അച്ഛനുമായിട്ട് ആലോചിച്ചിട്ടാണ് അവരിതൊക്കെ ചെയ്തത്. അപ്പോൾ വർഷയുടെ അച്ഛൻ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഇതിൻ്റെ പിന്നിൽ നമ്മൾ കളിച്ചു എന്നുള്ള രീതി വരരുത്, അതനുസരിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ശ്രീകാന്തിനോട് വർഷയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സത്യം പറഞ്ഞാൽ വിശ്വത്തിന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ 5 ലക്ഷം രൂപ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കമ്പനിയിൽ നിന്ന് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ ഒന്ന് വിക്രമിന് അവർക്ക് അവിടെ കിടക്കാനുള്ളതല്ലേ, അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അത് ചെയ്തു കൊടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു വിശ്വം പ്ലാൻ ചെയ്തിരുന്നത്. അതിന് വേണ്ടിയിട്ട് വിശ്വം അച്ഛനോട് ചെന്ന് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ കമ്പനിയിൽ ഞാൻ പൈസ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ അച്ഛൻ എതിർപ്പൊന്നും പറയില്ല. അപ്പോൾ ആദ്യം മാഷ് സമ്മതിച്ചില്ല, എങ്കിലും വിശ്വം പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ അവർക്ക് അവിടെ കിടക്കാനുള്ളതല്ല, അവർ അകത്ത മുറിയിലൊന്നും കിടക്കില്ല. അതുകൊണ്ട് അവരവിടെയാണ് ആ കത്തിക്കരിഞ്ഞ സ്ഥലത്തല്ലേ കിടക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ എതിർപ്പൊന്നും പറയല്ലേ, അതെങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിയെടുക്കട്ടെ, അച്ഛൻ അതിനുവേണ്ടി സമ്മതിക്കണം. കുറേ നേരം മാഷ് എതിർത്തുവെങ്കിലും വിശ്വം അവസാനം പറഞ്ഞ് സമ്മതിപ്പിച്ചൊക്കെ എടുത്തു. പിന്നെ ശ്രീജയ്ക്ക് ഒരു മാല വാങ്ങണം, അങ്ങനത്തെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് വിശ്വം ആ പൈസ കമ്പനിയിൽ നിന്ന് തന്നെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഉദ്ദേശത്തോടെയാണ് വിശ്വം ഇത് ചെന്ന് കമ്പനി ചോദിച്ചതും കമ്പനിയിൽ മാനേജർ നോക്കട്ടെ MDയോട് പറയട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ
അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കളി വന്നത്. അങ്ങനെ വിശ്വത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത വിവരം വീട്ടിലറിയുകയാണ്. ഇതറിഞ്ഞിട്ട് മാഷ് ആകെ തകർന്നു പോവാണ്. കാര്യം ഇന്ന് വരെ യാതൊരു തെറ്റും ചെയ്യാത്ത ഒരാളാണ് നമ്മുടെ വിശ്വം എന്ന് പറയുന്ന. ഒരു തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നിലും കുറച്ച് നാൾ പണിക്കൊന്നും പോകാണ്ട് അവൻ ഇരുന്നുവെങ്കിലും അല്ലാണ്ട് ഒരു ചീത്ത കൂട്ടുകെട്ടിലും പോവാത്തൊരു വ്യക്തിയാണ് നമ്മുടെ വിശ്വം. അപ്പോൾ ഇത് കേട്ടിട്ട് കമലത്തിന് അതിനേക്കാളേറെ ശ്രീജയ്ക്ക് സഹിക്കാൻ പറ്റില്ല. ശ്രീജ ഭയങ്കര നിലവിളിയെ വിളിക്കുകയാണ്. കാരണം ഒരിക്കലും എൻ്റെ വിശ്വേട്ടൻ ഇത് ചെയ്യില്ല എന്ന്. പക്ഷെ നന്ദിനിക്ക് അത് വലിയ സങ്കടമൊന്നും തോന്നിയില്ല. കാര്യം എന്ന് വെച്ചാൽ നന്ദിനി ഇവിടെ ഇങ്ങനെ വിശ്വം പൈസയുടെ കാര്യങ്ങളും എല്ലാം ഇതിന് മുമ്പേ പറഞ്ഞ സമയത്ത് തന്നെ നന്ദിനി പറയുന്നുണ്ടായിരുന്നു, എൻ്റെ വിനായകേട്ടൻ്റെ കയ്യിലാണെങ്കിൽ പൈസയൊന്നുമില്ല ഇതുപോലെ മുടക്കാനെന്ന്. അപ്പോൾ കമല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്നാൽ നിൻ്റെ വിനായകൻ്റെ കയ്യിൽ പൈസ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് കമലയും ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എല്ലാവരും സന്തോഷിച്ചിരിക്കുകയായിരുന്നു. കമലയ്ക്ക് വലിയ സന്തോഷമായിരുന്നു. കാര്യം വിക്രമിന് വേണ്ടിയിട്ട് വിശ്വം അങ്ങനെ ചെയ്യുന്നതെന്ന് ഓർത്തിട്ടുള്ള ഒരു സന്തോഷം. ശ്രീജയ്ക്കും സന്തോഷമായിരുന്നു. അപ്പോഴാണ് ഈ ഒരു ചതിക്കുഴി ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളത് അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ വീട്ടിലെല്ലാവരും അറിഞ്ഞു. ശ്രീജയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിൽ നിലവിളി, ഇനി എങ്ങനെ എൻ്റെ വിശ്വേട്ടൻ പുറത്തിറങ്ങുക, എൻ്റെ വിശ്വേട്ടൻ ഒരു തെറ്റും ചെയ്യില്ല അമ്മയെന്ന്. കമലയും വേദയൊക്കെ ഒരുപാട് സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വേദ പെട്ടെന്ന് തന്നെ നമ്മുടെ വിശ്വത്തിനെ വിളിച്ച് വിവരം പറയണം. അങ്ങനെ വിശ്വം പെട്ടെന്ന് വീട്ടിൽ വരണം. അപ്പോൾ വന്ന കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് വിശ്വം അന്വേഷിക്കാനായിട്ട് പോവാണ്. പക്ഷേ വിശ്വം ഒരു ബേസിക്കായിട്ടൊന്ന് അന്വേഷിച്ചപ്പോൾ ഇതെങ്ങനെയാണ് എന്താണെന്നുള്ള ഒരു ഇത് മനസ്സിലായെന്നും ഇതിൻ്റെ പിന്നിൽ ശ്രീകാന്തും ടീമുമാണ് കളിച്ചിരിക്കണമെന്നും ഈ വിക്രമിനെ അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വരുത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ഐഡിയപരമായിട്ട് കളിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഒരു വലിയൊരു ഗോഡൗൺ പോലെയുള്ള ഒരു സ്ഥലത്ത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് അവരെല്ലാവരും ഉണ്ടെന്ന് അവരവിടെ സംഘം ചേർന്ന് ഇരിപ്പുണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടി. ആദ്യം വിക്രം പുറപ്പെടുകയാണ്. അതിൻ്റെ പിന്നാലെയാണ് നമ്മുടെ വിക്രമിൻ്റെ കൂട്ടുകാർ രാജേട്ടനും ജോസഫും അനിലും എല്ലാവരും വരുന്നത്. അപ്പം ആദ്യം വിക്രം ഇവരെ ചതിക്കുഴി മനസ്സിലാക്കാണ്ട് ആദ്യം ചെന്ന് ഇതിനകത്ത് അങ്ങ് സ്ഥലം വെച്ച് കൊടുക്കുകയാണ്. വിക്രം ചെന്ന പാടെ അവിടെ അതിൻ്റെ അകത്തൊന്നും ആരെയും കാണുന്നില്ല. പക്ഷേ എന്നിട്ട് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഒരു വിഷവാതകം പോലത്തെ ഒരു സംഭവം ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ വിക്രമെ ആദ്യം അതത്ര ഇതായിട്ട് തോന്നിയില്ലെങ്കിലും പിന്നെ അത് തലയ്ക്കൊക്കെ എന്തോ പോലെ തോന്നുന്നതായിട്ട് തോന്നി. അങ്ങനെ വിക്രം പെട്ടെന്ന് തന്നെ വെളിയിലിറങ്ങിയെങ്കിലും വിക്രമിന് അധികം അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. കാരണം വിക്രം വായിന്ന് നൊരയും പത പോലെയൊക്കെ വന്നിട്ട് എന്തോ വിഷവാതകമാണ്, കുഴഞ്ഞങ്ങ് വീഴണം. പക്ഷേ ഈ സമയത്ത് തന്നെ നമ്മുടെ വിക്രമിൻ്റെ കൂട്ടുകാരും മറ്റുമൊക്കെ അവിടെ എത്തുകയും വിക്രമിനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും മറ്റുമൊക്കെയാണ് ചെയ്യുന്നത്. അത് വിക്രമിൻ്റെ ജീവനൊന്നും ഒരു അപായം വന്നിട്ടില്ല, എങ്കിലും വിക്രമിനെ രക്ഷപ്പെടുത്തി എടുത്തു. അവസാനം വേദ അറിയുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ ശ്രീകാന്താണെന്നും ശ്രീകാന്തും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്ത് വിക്രമിനും വിശ്വേട്ടനൊക്കെ ഈ അപകടം വന്നു എന്നറിഞ്ഞിട്ട് നമ്മുടെ വേദ ശ്രീകാന്തിനെയും വർഷേനെയും കാണാൻ വേണ്ടി വീട്ടിൽ ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ വേദ മാസ് ഡയലോഗ് അങ്ങ് അടിക്കുകയാണ്, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് വിക്രമേട്ടനെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളത്. പക്ഷേ ഒരിക്കലും വേദയുടെ അച്ഛൻ ശങ്കരനാരായണൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേദ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചെടുക്കുകയും അതിനെതിരെ വേദ ശക്തമായിട്ട് പ്രതികരിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷനൊക്കെയാണ് വരുന്നത്. എന്തായാലും നമ്മുടെ വിഷയത്തിന് ഒരു പോറൽ പോലും എത്താണ്ട് വേദ പുറത്തിറക്കും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിക്രമിൻ്റെ ജീവന് യാതൊരു ആപത്തും വരികയില്ല. എന്തായാലും ശ്രീകാന്തിൻ്റെ പരിപാടി ഇന്നുകൊണ്ട് ഈ ഒരു കേസോടുകൂടി വേദ പൊളിച്ചെടുക്കി കൈ കൊടുക്കുന്ന രംഗങ്ങളാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വരും ദിവസങ്ങളിൽ നമ്മുടെ പവിത്രം സീരിയലിൻ്റെ പ്രൊമോ ഏതെല്ലാം രീതികളിൽ പോവും എന്നുള്ളതിന് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ മാഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മക്കൾ കാരണം വളരെയേറെ വിഷമം സഹിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. മറ്റുള്ളവരുടെ മുമ്പിലും സമൂഹത്തിലും നാട്ടുകാരുടെ മുമ്പിലും ഒക്കെ നാണം കെടുകയാണ്. ആ ഒരു അവസ്ഥ ഒരു അച്ഛൻ എന്ന രീതിയിൽ കമലയും നമ്മുടെ മാഷും ഒരുപാട് സഹിച്ചു വരുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ പവിത്രത്തിൻ്റെ പ്രൊമോ ഏതെല്ലാം രീതികളിൽ പോകുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ ദിവസങ്ങളിലും ഇറങ്ങുന്ന എപ്പിസോഡിൻ്റെ പ്രൊമോ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൃത്യസമയത്ത് തന്നെ എത്തിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ഈ കുഞ്ഞു ചാനലായ സുമി മുഫാസ് ടേസ്റ്റി കിച്ചൻ നിങ്ങൾ ഇതുവരെയും സബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് ഉഷാറാക്കി തരണം. അപ്പോൾ ഇന്ന് എന്തായാലും സൺഡേ ആണ്. എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ, എല്ലാവിധ ഇതും ഉണ്ടാകട്ടെ. എല്ലാവരും നല്ല
നല്ല ജോളിയായിട്ട് അടിച്ച് പൊളിക്കുക കേട്ടോ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായി വീണ്ടും നമുക്ക് അടുത്തൊരു പ്രൊമോ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും എല്ലാ മുത്തുമണികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.